ഹായ്, ഡോക്ടർ ശരണ്യ റിജിൽ. ഞാൻ ഇന്ന് നമ്മുടെ വജൈനൽ ഇച്ചിങ്ങിനെ അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതിൻ്റെ റീസൺ എന്തൊക്കെയാണ്, അതുപോലെ നമുക്കതിന് വീട്ടിൽ എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പൊതുവെ ഈ പ്രായഭേദമന്യേ ഇന്ന് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വജൈനൽ ഇച്ചിങ് അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജ്, ഇത്തരം കാര്യങ്ങളൊക്കെ. പൊതുവേ അത് നമുക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗലായിട്ട് അല്ലെങ്കിൽ ട്രൈക്കോമോണാസിസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത്, പല രീതികളിൽ ഇച്ചിങ്ങും ഡിസ്ചാർജും ഒക്കെ വരുന്നത്. അപ്പം പൊതുവേ നമുക്കതിനുണ്ടാകുന്ന ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ അടിവസ്ത്രം നനഞ്ഞ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലവും, അതുപോലെ തന്നെ ഈ നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ അത് അധികം ഉണങ്ങാതെ ഡ്രൈ ആവാത്ത രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുക, അതുമൂലവും വരാം. അതുപോലെ തന്നെ നമ്മൾ ഈ ബൈക്കിലൊക്കെ യാത്ര ചെയ്ത സമയത്തും സൈക്കിൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പാർട്ട് നന്നായി ടൈറ്റ് ആവും, നന്നായി പ്രഷറൊക്കെ വന്ന് നമ്മൾ ഏത് സമയവും നമുക്കൊരു എയർ കിട്ടാത്തൊരവസ്ഥയിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങളും നമുക്ക് ഈച്ചിങ് വരാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർവെയർ സിന്തറ്റിക് ആയിട്ടുള്ള ക്ലോത്തും അതുപോലെ തന്നെ നൈലോണിൻ്റെ ക്ലോത്തൊക്കെ ചില ആളുകളിൽ അലർജി കാണാറുണ്ട്. അതുമൂലം നമുക്ക് ഈച്ചിങ്ങും അതുപോലെ ഈച്ചിങ് മൂലം നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഒക്കെ വരാം. അതുപോലെ തന്നെയാണ് ഇതൊന്നും കൂടാതെ നമുക്ക് കൃമിശല്യം മൂലം നമുക്ക് വജൈനൽ ഇച്ചിങ് വരാം. പല ആളുകളും നോട്ടീസ് ചെയ്യാണ്ട് പോകുന്ന ഒരു കാര്യമാണ് കൃമിശല്യം. ആ കൃമിശല്യം മൂലം പല ആളുകളിലും ഈ ഇച്ചിങ് വരാറുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് മെനോപോസ് അടുപ്പിച്ചും, അതുപോലെ തന്നെ അതായത് 40-45 ഏജിലൊക്കെ ആകുമ്പോൾ നമുക്ക് മെനോപോസ് ആവും. ഈ മെനോപോസിൻ്റെ സമയത്ത് നമുക്ക് നന്നായിട്ട് ഇച്ചിങ് വരാറുണ്ട്. നമുക്ക് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച് മൂലവും നമുക്ക് ഇച്ചിങ് വരാം. അപ്പം നമുക്ക് എന്താണോ റീസൺ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മളെ ഈ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം അതുമൂലം നമ്മൾ വീര്യം കൂടിയ സോപ്പ് ഉപയോഗിച്ചും, അതുപോലെ തന്നെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ പല വജൈനൽ വാഷുകൾ അവൈലബിൾ ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ നിരന്തരം ഇത് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് വേണ്ട ഒരു ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ നശിക്കുന്നു. ഈ നശിക്കുന്നത് മൂലം പുറത്തുനിന്ന് നമുക്ക് ബാക്ടീരിയ വന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഈ ഏരിയയിലുള്ള ബാക്ടീരിയനെ നശിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക. അതായത് അതുപോലെ തന്നെ നമ്മൾ നല്ല ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക, നന്നായി ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമ്മൾ ഇളം ചൂടോടുകൂടി വെള്ളത്തിൽ നമുക്കത് കഴുകാം. അതുപോലെ തന്നെ നമുക്ക് നൈലോൺ അല്ലെങ്കിൽ സിന്തറ്റിക് പോലത്തെ അണ്ടർവെയറുകൾ ഒഴിവാക്കിയിട്ട് നല്ല കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കാം. തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രതിവിധികൾ പറയാം. നമുക്ക് ത്രിഫല ചൂർണ്ണം കൊണ്ട് നല്ലോണം വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഇളം ചൂടോടുകൂടി നമുക്ക് നന്നായി കഴുകാം നമ്മുടെ പ്രൈവറ്റ് ഏരിയ. അതുപോലെ തന്നെയാണ് നമ്മൾ തൈര് കഴിക്കുന്നത്, അത് ഇതിന് നല്ലൊരു ഗുണം ചെയ്യും. തൈര് നല്ലൊരു പ്രോബയോട്ടിക് ആണ്. അതുപോലെ തന്നെ തൈരും നമ്മുടെ പേരക്കയുടെ ഇലയും കൂടി മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് ഇച്ചിങ് ഉള്ള ഭാഗങ്ങളിൽ തേച്ചിടാം. അതുപോലെ തന്നെയാണ് പച്ചമഞ്ഞളിട്ട വെള്ളം തിളപ്പിച്ചിട്ട് നമുക്കവിടെ കഴുകാം. അതുപോലെ തന്നെ പച്ചമഞ്ഞളും തൈരും കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പക്ഷേ നമ്മളുടെ ഇതിൻ്റെ സ്റ്റേജിനനുസരിച്ചും അത് നമുക്ക് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ള ഒരു തിരിച്ചറിവിന് ശേഷം മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിനുള്ള പ്രതിവിധി കാണേണ്ടതുമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.